Hello. Welcome to market discussion of the day. Today, June 22nd to June 23rd, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച ജൂലൈ 6 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും അതെങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ ആക്ച്വലി ഇന്നലെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ഇന്നലത്തെ നമ്മൾ തിങ്കളാഴ്ച തന്നെ ഒരാഴ്ചത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നലെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ കോർ CPIയുടെ ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി വന്നപ്പോൾ 1.5% ആയിരുന്നു ഫോർകാസ്റ്റിൽ നിന്ന്, ഒരു 0.1% കൂടുതലാണ്. ഓക്കെ, സോ യൂറോയിൽ നിന്ന് കുറച്ച് ന്യൂസുകൾ 12:45 ശേഷം വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതേപോലെ GBP 2 മണിക്ക് ശേഷം 2-3 ന്യൂസുകൾ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ US ഇന്ന് 5:45 നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് എല്ലാ ചൊവ്വാഴ്ച വരുന്ന ന്യൂസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തുള്ള വളരെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ അല്ലാത്ത കുറച്ച് ന്യൂസുകളാണ് ഇന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നാളെ JPYയിൽ നിന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സമ്മറി ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ന്യൂസ് രാവിലെ 5:20 വരുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. കാരണം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസങ്ങളാണ് അല്ലേ. ഇപ്പോൾ 162 വരെ ടച്ച് ചെയ്തു. ഇന്നലെ 161.9 അവിടുത്തെ ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ പോയതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ നാളെ രാവിലെ 5:20 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മണിക്ക് US നിന്ന് ചെറിയ ന്യൂസുകൾ വരുന്നുണ്ട്. 7:30 ന്യൂ ഹോം സെയിൽസ് വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് ന്യൂസുകളാണ് നാളത്തേക്കുള്ളത്. മറ്റന്നാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ GBP വളരെ ഇമ്പോർട്ടൻ്റ് അത് നോക്കണ്ട. ഓക്കെ, USD 6 മണിക്ക് കോർ PCE പ്രൈസ് ഇൻഡെക്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ആഴ്ച ആകപ്പാടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈസ് ഇൻഡെക്സിൻ്റെ ന്യൂസാണ്. ഓക്കെ, സോ മാർക്കറ്റും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ വീക്കുകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പക്ഷേ ഈ ആഴ്ച ഒരു ന്യൂസുകളും ഇല്ലാത്തത് കൊണ്ടിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൻ്റെ ന്യൂസുകളും വരുന്നുണ്ട്. ഓക്കെ, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ 6 മണിക്ക് ശേഷമുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ നാളെ 6 മണിക്ക് ശേഷം 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഫ്രൈഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡേയും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ. നമുക്ക് ഈ ആഴ്ച ഫുള്ളി ഒരു ഫണ്ടമെൻ്റൽ വീക്കായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ പോകാം. ഗോൾഡ് 4121, 4119 ലെവലിൽ നിൽക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു ഡൗൺ സൈഡ് പ്രഷർ നമുക്ക് ഗോൾഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം അല്ലേ. സോ ബേസിക്കലി 4120 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സപ്പോർട്ടായിരുന്നു. സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഓക്കെ, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, അതായത് 11 മണിക്കുള്ള ക്യാൻഡിലും 4120 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ബിഗ് ഒരു മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി 11:00 ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. 11:30 മണിക്കുള്ള 1 അവർ ക്യാൻഡിൽ അത് 4120 താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡും 4120 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പ് ട്രെൻഡും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എന്നും പറഞ്ഞ് 4120 മുകളിൽ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ചാടി കയറിയെടുക്കരുത്. മിനിമം 4130-35 ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് ശേഷം ഒരു ബൈ എൻട്രി ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതാണ് എനിക്ക് നമ്മളുടെ ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഒക്കെ നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, എൻ്റെ റെക്കമെൻഡേഷൻ പ്രീവിയസ് ലോയുടെ താഴെയായിട്ടൊക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ,
നേരെ മറിച്ച് നമ്മുടെ GBP USDയിലോട്ട് വരാം. GBP ഇന്നലെ നമ്മൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നലെ അത് രണ്ടും നമ്മുടെ TP ഹിറ്റ് ആയിട്ടുണ്ട്. ഇന്നും നമുക്ക് സെയിം 1.3200 അടുത്ത് 1.3210 റേഞ്ചിലൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് ലോങ്ങർ ടേമിലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 1.3160 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ഇട്ട് പോവുക. ഓക്കെ, സോ ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.33450 അവിടെയൊക്കെ നമുക്ക് ലോങ്ങർ ടേമിലുള്ള ആൾക്കാർക്ക് TP ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള. ഇല്ലാത്ത പക്ഷം നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് USD JPYയിൽ ഇന്നലെ നമുക്കറിയാം 161.9 അവിടുന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ വീണു. സോ ഇന്നും സെയിം 161.9 ലെവലിൽ നമുക്ക് വീണ്ടും സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 161.20 മുകളിലായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. കെയർഫുള്ളായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 162.50 മുകളിലായിട്ട് വെക്കാം. ഓക്കെ, TP നിങ്ങളുടെ ഔചിത്യമാണ്. നിങ്ങൾക്ക് 161 അവിടെ വെക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ 160.9 അവിടെ വെക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ എന്തായാലും ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ 2 പൊസിഷൻസ് ആയിട്ട് എടുക്കാം. ഒരു പൊസിഷൻ 169 അവിടെ നിന്ന് ബൈ ചെയ്യുന്നത് ഒരു 161 അവിടെയൊക്കെ ക്ലോസ് ചെയ്യാം. ഓക്കെ, 161.9 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 161 അവിടെ നിന്നൊക്കെ ക്ലോസ് ചെയ്യാം. ഇല്ലാത്ത ആൾക്കാർ ഒന്ന് വേണമെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് 158 155 ലെവലിലോട്ടൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവുക. അതേപോലെ തന്നെ നമുക്ക് യൂറോ USDയിൽ വരാം. 1.1422 നിൽക്കുന്നു. സോ ബേസിക്കലി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.14 എന്താ പറയുക 10 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1400 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൈ എൻട്രി ഉണ്ട്. ഓക്കെ, അവിടുന്ന് ചെയ്യുന്ന ആൾക്കാർ 1.1350 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെക്കണം. ലോങ്ങർ ടേമിലോട്ട് 1.1600 വരെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുത്തു പോകും. ഷോർട്ട് ടേമിൽ 1.1500 എടുത്തൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് നമുക്കിട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. എന്താ പറയുക നല്ല രീതിയിൽ എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടു സർവൈവ് ഇൻ ദ മാർക്കറ്റാണ്. ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് യുവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.